ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബിഗ് ബോസിൽ പോയ നമ്മുടെ അനുമോളെ എല്ലാവർക്കും അറിയാം അല്ലെ. സ്റ്റാർ മാജിക്കിലുള്ള അനുമോളാണ്. പക്ഷെ ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ് അനുമോൾക്ക് കൂടുതൽ ആരാധകർ കൂടിയത്. അതിനിടയിൽ തന്നെ പി ആർ വർക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഇപ്പൊ അനുമോൾ അതൊന്ന് കെട്ടടങ്ങി നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പൊ വീണ്ടും അനുമോൾക്കെതിരെ വലിയൊരു ടീം ആഞ്ഞടിക്കുകയാണ് ഇപ്പോൾ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഒരു ചാനൽ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. ടീം എന്നറിയപ്പെടുന്ന ബിനീഷ് ബാസ്റ്റിന്റെ വിവാഹമായിരുന്നു. എല്ലാവർക്കും അറിയായിരുന്നു അല്ലെ. സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് നമ്മൾ കണ്ടതാണ്. അപ്പൊ സ്റ്റാർ മാജിക്കിന്റെ എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു, ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. അപ്പൊ അനുമോൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. സാരിയിലാണ് അനുമോൾ ഉണ്ടായിരുന്നത്. നല്ല ഗ്ലാമർ ആയിട്ട് സുന്ദരിയായിട്ട് സാരിയിലുണ്ട്. ഹൈ ഹീൽഡ് ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് അനുമോൾ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക്കിന്റെ അവതാരിക അല്ലെ, അതും ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്, അവരൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ അനുമോളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് സാമാന്യ മര്യാദ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഹീൽഡ് ചെരുപ്പിട്ട് പള്ളിക്കുള്ളിലേക്ക് കയറിപ്പോകുന്ന അനുമോളെയാണ് കാണിക്കുന്നത്. എന്താന്ന് വെച്ചാൽ സാമാന്യ മര്യാദയില്ലാത്തവളാണ് അനുമോള്. അമ്പലത്തിലാണെങ്കിൽ അനുമോൾ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് കമന്റുകളും അതുപോലെ തന്നെ ഭയങ്കര വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വന്തം വിശ്വാസത്തിന്റെ പേരിൽ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ സ്വന്തം വിശ്വാസമാണല്ലോ. അപ്പൊ സ്വന്തം വിശ്വാസത്തിന്റെ പേരിൽ ചെരുപ്പൂരിട്ട് ഭയങ്കര വിശ്വാസം പ്രകടിപ്പിക്കുന്ന ആളാണ് അനുമോൾ എന്നൊക്കെ പറഞ്ഞ് കമന്റ് വരുന്നു. പക്ഷെ പള്ളി എന്താണ്, ദേവാലയമല്ലേ? പള്ളിയിനുള്ളിൽ ചെരുപ്പിടാൻ എന്തിനാണ്, ആരാണ് അനുവാദം തന്നത്? ചെരുപ്പിട്ട് ഫാഷൻ പരേഡ് പള്ളിക്കുള്ളിൽ ചെയ്യുന്നത് എന്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോൾ വിരോധികൾ ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് ഒരാളോട് വിരോധമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മൾ നമ്മുടെ അഭിപ്രായമാണ് പറയേണ്ടത്. ഇങ്ങനെ ഒരാൾ വ്യക്തിഹത്യ ചെയ്യല്ല വേണ്ടത്. ഇപ്പോൾ വരനും വധുവും ചെരുപ്പിട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് അവരുടെ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയാണ്. അവരുടെ കല്യാണമാണ്, അവരെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അവർക്ക് പുതിയ ചെരുപ്പൊക്കെ ഇട്ടിട്ട് വേറെ സ്ഥലത്തൊന്നും ചവിട്ടിക്കൂട്ടാത്ത ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. പിന്നെ പള്ളിയിൽ അച്ഛനും ചെരുപ്പിട്ടിട്ടാണ് നിൽക്കുന്നത്. അത് അവിടെ ആ പള്ളിയിൽ മാത്രം യൂസ് ചെയ്യുന്ന ചെരുപ്പുണ്ടാവും അവർക്ക്, അല്ലാതെ എല്ലായിടത്തും ഇട്ട് നടക്കുന്ന ചെരുപ്പായിരിക്കില്ല. പക്ഷേ ഇങ്ങനെ അവര് രണ്ട് കൂട്ടരും ചെരുപ്പിട്ടു എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരും അവിടെ ഇവിടെ ചവിട്ടി കൂട്ടിയിട്ട് പള്ളിക്കുള്ളിൽ കയറുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. പക്ഷെ പറയുന്ന രീതി വ്യത്യാസമുണ്ട്. അതായത് ഒരാളെ നമ്മൾ ക്രിറ്റിസൈസ് വിമർശിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. ചെരുപ്പിട്ട് കയറി അത് തെറ്റ് തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ വിശ്വാസത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അമ്പലത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ? സാമാന്യ മര്യാദയില്ലാത്തവളാണ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഒരാളെ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ബോധ്യമുണ്ട്, ഇങ്ങനെ ദേവാലയങ്ങളിൽ കയറുമ്പോൾ ചെരുപ്പിടാൻ പാടില്ലെന്ന്. പക്ഷെ അനുമോള് മാത്രമല്ല അവിടെ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേര് ചെരുപ്പിട്ട് കയറുന്നുണ്ട്. പക്ഷെ അനുമോൾ ഇത്ര ഫേമസ് ആയതുകൊണ്ട് തന്നെ അനുമോൾ ഒരു മാതൃക മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായമുള്ളത്. അപ്പൊ അതിന് ഇപ്പൊ അനുമോളെ അനുകൂലിച്ചിട്ടും കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. വരനും വധുവിനും ചെരുപ്പിടാമെങ്കിൽ, പള്ളിയിലച്ഛന് ചെരുപ്പിടാമെങ്കിൽ അനുവിനും ഇടാം എന്ന് പറഞ്ഞ് അനുകൂലിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇടാം, പക്ഷേ നമുക്കൊരു മര്യാദയുണ്ട്. നമ്മൾ അമ്പലങ്ങളിൽ കയറുമ്പോഴോ പള്ളിയിൽ കയറുമ്പോഴോ മുസ്ലിം പള്ളിയിൽ മക്കാമിൽ കയറുമ്പോഴോ ഒന്നും നമ്മൾ ചെരുപ്പിട്ട് കയറാറില്ല. അത് ആ പള്ളിയോട് കാണിക്കുന്ന ഒരു ബഹുമാനമാണ് ശരിക്കും. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. സാമാന്യ മര്യാദയിൽ ഉൾപ്പെടുന്ന സംഭവങ്ങൾ തന്നെയാണ്. അനുമോൾ എന്തുകൊണ്ടാണ് അത് ചെയ്തത്? സാധാരണ അനുമോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും നോക്കി ചെയ്യുന്ന ആളാണ്. അനുമോൾ അത് ചെയ്തില്ല. അനുമോൾ മറ്റുള്ളവർക്ക് മാതൃകയാക്കി കൊടുക്കേണ്ട ആളാണ്. കാരണം ബിഗ് ബോസിലൊക്കെ വന്നിട്ട് ഒരുപാട് ജനങ്ങളാണ് അനുമോളെ ആരാധിക്കുന്നതും അനുമോളെ കുറിച്ച് നല്ലത് പുകഴ്ത്തിപ്പാടുന്നതും. അപ്പൊ അനുമോൾ അവർക്കൊക്കെ ഒരു മാതൃകയായിട്ട് നമ്മളിൽ എന്താ പറയാ, ഉത്തരവാദിത്വം കൂടുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള കൂടുതൽ ജനങ്ങൾ നമ്മളെ ആരാധിക്കുകയോ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടും. അതിനനുസരിച്ച് നമ്മൾ പെരുമാറണം. ആരും അറിയപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ അയാളുടെ മര്യാദക്കേട് എന്ന് തന്നെ പറയുകയുള്ളൂ. പക്ഷേ അയാൾ ആരും ശ്രദ്ധിക്കപ്പെടില്ല. ഇപ്പൊ ഒരുപാട് പേര്, ഞാൻ നോക്കിയപ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് പേര് ചെരുപ്പിട്ട് കയറുന്നുണ്ട്. അനുമോളുടെ കാര്യം മാത്രം സസൂക്ഷ്മം കാണിച്ചുകൊണ്ടാണ് വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അനുമോള് അങ്ങനെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ അനുമോൾക്ക് ഭയങ്കര വ്യക്തിഹത്യ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുകയാണ് അനുമോൾ വിരോധികൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ അനുമോള് അത് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കുക ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ.